എൻ്റെ പേര് ജെസ്സി. ഞാൻ മുക്കത്തുനിന്ന് വരുന്നു. കഴിഞ്ഞ വർഷം അച്ഛൻ അവിടെ മുക്കം ഇടവകയിൽ നടത്തിയ എൽറുഹ ധ്യാനത്തിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞായിരുന്നു പൂച്ചശല്യമുള്ള വീട്ടിൽ നിന്ന് പൂച്ചശല്യം മാറ്റിത്തരുന്നെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീട് നിറയെ എൻ്റെ വീടിനുള്ളിലേക്കും കൂടെ ശല്യമാകുന്ന വിധത്തിൽ പുറത്തൊരു 10-15 പൂച്ചകൾ പെട്ടെന്ന് പെരുകി. അത് ഒരുപാട് ശല്യമായിരുന്നു. ജനൽ തുറക്കാൻ വയ്യ, വാതിൽ തുറക്കാൻ വയ്യ, ഇത് കയറി ബെഡിൽ കയറുക, അങ്ങനത്തെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളതിനെ ഓടിച്ചൊന്നുമില്ല. അതെല്ലാം എതിലേ പിരിഞ്ഞു പോയി, ഒന്നുമില്ല. അല്ല, ഇപ്പോൾ ഒരു വർഷമായി. നന്ദി പറഞ്ഞ കണ്ടോ, നാളുകളായിട്ടുള്ള പൂച്ചശല്യാണ് മാറി കിട്ടിയത്. അച്ഛൻ വിളിച്ചു പറഞ്ഞു മുക്കത്ത് ധ്യാനത്തിൽ, പിന്നെ ഇത് മാറിപ്പോയി. അപ്പം അച്ഛൻ കഴിഞ്ഞ ദിവസം അത്ഭുത ജപമാലയിൽ പറഞ്ഞായിരുന്നു, ജെസ്സി കിട്ടിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല, ഈശോയോട് മാപ്പ് പറയുന്നു. പിന്നെ എൻ്റെ മോന് വേണ്ടി ഞാൻ നിയോഗം വെച്ചു. അതങ്ങനെ ശല്യമായിരുന്നു. പിന്നെ അന്നേരം ഞാൻ വിചാരിച്ചു, ഞാനിതിനു വേണ്ടി പ്രാർത്ഥിച്ചില്ല, പക്ഷേ ശല്യം എൻ്റെ മുറ്റത്തുണ്ടല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചു. പക്ഷെ അത് ഡിസപ്പിയർ ആയി പോകുന്ന പോലെ ഒരു 3-4 ദിവസം കൊണ്ട് അതങ്ങ് കണ്ടില്ല, ഇതിലേ പോയി ഒക്കെ കൂടെ പിരിഞ്ഞു പോയി. പിന്നെ മോന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ അത്ഭുത ജപമാല നിയോഗം വെച്ച് ചൊല്ലി നോക്കുമെന്ന് പറഞ്ഞ് അത് എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ അങ്ങനെ ആ ഒരു ചിന്തയിൽ ഞാൻ ചൊല്ലി. ഇപ്പോൾ ഈ ജോലിയല്ല, അവൻ CA എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള എക്സാമാണ്. അപ്പം കഴിഞ്ഞ നോമ്പ് മുതൽ ചൊല്ലി തുടങ്ങി. 13ാമത്തെ ദിവസം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ശനിയാഴ്ച ഏകദിനത്തിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഫിലിപ്പിനെ അനുഗ്രഹിക്കുന്നു എന്ന്. 28-നാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞത്. 1-ാം തീയതി റിസൾട്ട് വന്നു. മോൻ ദൈവാനുഗ്രഹത്താൽ CA പാസ്സായി. അവന് തുമ്മലുണ്ടായിരുന്നു. സെയിം ഡേ തന്നെ അച്ഛൻ പറഞ്ഞു തുമ്മലും കണ്ണിന് ചൊറിച്ചിലുള്ള ആളെ സുഖപ്പെടുത്തുന്നു. അതും ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ അതും സുഖപ്പെട്ടു. പിന്നെ കുഴിനകത്തിന് കാലിൽ വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ തേച്ച് പ്രാർത്ഥിച്ച് അത് പുരട്ടിയതിൻ്റെ ഫലമായിട്ട് ആ അവസ്ഥ മാറിക്കിട്ടി. കരങ്ങളടിച്ച് നന്ദി പറയാൻ ഒരുപാട് അനുഗ്രഹങ്ങളാണ് കണ്ടോ. 90 ദിവസം അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിച്ച് നോക്കൂ. ഈ ചേച്ചിക്ക് തോന്നാത്ത ചേച്ചിയോട് പറയണ പോലെ ചേച്ചി അങ്ങനെ ചെയ്തു. അപ്പോൾ മോൻ പല പ്രാവശ്യം ഇങ്ങനെ പരീക്ഷയിൽ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമായിരുന്നു, പാസ്സായി.